മക്കളെ നമ്മള് ഈസ് മാറ്റർ അറൌണ്ട് അസ് പ്യുവർ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്താ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചത്? മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചല്ലേ? മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്താ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ? പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും പറഞ്ഞിട്ടുള്ള മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എലമെന്റ്സ് ഉണ്ടെന്ന് പഠിച്ചു, കോമ്പൗണ്ട്സ് ഉണ്ടെന്ന് പഠിച്ചു. മിക്സ്ചർ എന്ന് പറയുമ്പം ഹോമോജീനിയസ് മിക്സ്ഡ് ഉണ്ടെന്നും ഹെറ്ററോജീനിയസ് മിക്സ്ഡ് ഉണ്ടെന്നും പഠിച്ചു അല്ലെ? അങ്ങനെ നമ്മൾ മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതിനകത്ത് തന്നെ എലമെന്റ്സിന്റെ ടൈപ്പ് പഠിച്ചല്ലേ? ഏതൊക്കെയായിരുന്നു? മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, പിന്നെ ആരായിരുന്നു? മെറ്റലോയിഡ്സ് ഉണ്ട് അല്ലെ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കോമ്പൗണ്ടും ചിലപ്പോൾ മിക്സ്ചർ നിങ്ങളുടെ അടുത്ത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പം കോമ്പൗണ്ടും മിക്സ്ചറും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ഡിഫറൻസ് നിങ്ങൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തിട്ട് പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചത്. ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ചും കൂടെ പഠിക്കാനുണ്ടല്ലേ ചാപ്റ്ററിൽ? ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് എ സൊല്യൂഷൻ. ഓക്കെ, ഒരു സൊല്യൂഷൻ എന്താന്ന് നമ്മൾ ഇനി പഠിക്കുന്നത്. ഓക്കെ, ഒരു സൊല്യൂഷൻ എന്താന്ന്? ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസിന്റെ എന്താ പറയാ ഒരു ഹോമോജീനിയസ്. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേടാ? ഹോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെയിം അല്ലേ? സെയിം എന്നാണ് അല്ലെ ഹോമോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. സോ എ സൊല്യൂഷൻ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ ആണ് ലെമോണേഡ്, സോഡ വാട്ടർ ഒക്കെ എന്താണ്? 2 or more സബ്സ്റ്റൻസസിന്റെ ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ത്? അപ്പൊ മിക്സ്ചർ ആണെന്ന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? മിക്സ്ചർ അല്ലെ? എന്ത് മിക്സ്ചറാ? ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെ? ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള 2 or more സബ്സ്റ്റൻസസിന്റെ ഹോമോജീനിയസ് മിക്സ്ചർ ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയേ. ലെമണേഡ്, സോഡ വാട്ടർ ഒക്കെ എന്താണ്? ഹോമോജീനിയസ് ആയിട്ടുള്ള മിക്സ്ചർ ആണ് അല്ലെ? സോ എ സൊല്യൂഷൻ ഇസ് നോട്ട് ഓൺലി എ ലിക്വിഡ്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മാത്രമല്ല, ദാറ്റ് കണ്ടെയ്ൻസ് എയ്തർ എ സോളിഡ്, ലിക്വിഡ് ഓർ എ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പൊ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുമ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും ഒക്കെ അല്ലെ? ഒരു ലിക്വിഡ് വെള്ളം ഉണ്ടാവും അല്ലെ? നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ ആലോചിക്കാം? വാട്ടർ ഉണ്ടാവും അല്ലെ? ഇതിനകത്ത് ഒന്നിലെ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ, ഇതല്ലേ നമ്മൾ എപ്പോഴും സൊല്യൂഷൻ എന്ന് പറയാ. അല്ലെങ്കിൽ നമ്മൾ സോഡ വാട്ടർ എന്ന് പറയുമ്പോ എന്താ? വെള്ളത്തിന്റെ അകത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഗ്യാസ് അല്ലെ? അപ്പം എപ്പോഴും വെള്ളം എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോം അവിടെ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിലേക്ക് അതായിരിക്കും വരുന്നുണ്ടാവും അല്ലെ? സൊല്യൂഷൻ എന്ന് പറയുമ്പം അപ്പം ലിക്വിഡിന്റെ അകത്ത് ഒന്നിലെ സോളിഡ്, അല്ല ലിക്വിഡിന്റെ അകത്ത് ലിക്വിഡ് തന്നെ ഇട്ടിട്ടുള്ള അല്ലെ? വിനെഗർ മിക്സ് ചെയ്തിട്ടുള്ള വാട്ടർ അല്ലെ? ലിക്വിഡിന്റെ അകത്ത് ലിക്വിഡ് തന്നെ ഇട്ടിട്ടുള്ള സൊല്യൂഷൻ. അല്ലെങ്കിലോ സോഡ വാട്ടർ പറഞ്ഞു അല്ലെ? സോഡ വാട്ടർ എക്സാമ്പിൾ പറഞ്ഞു. സോഡ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലിക്വിഡിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കംപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ. ഇതായിരിക്കും നിങ്ങൾക്ക് എന്താ? നിങ്ങളൊരു സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ട് ആലോചിക്കുന്നുണ്ടാവും അല്ലെ? സോ എ സൊല്യൂഷൻ ഇസ് നോട്ട് ഓൺലി എ ലിക്വിഡ് ദാറ്റ് കണ്ടെയ്ൻസ് എയ്തർ സോളിഡ് ലിക്വിഡ് ഓർ എ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്, ബട്ട് വി ക്യാൻ ഓൾസോ ഹാവ് സോളിഡ് സൊല്യൂഷൻസ് ആൻഡ് gaseous സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് എപ്പോഴും വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങള് വെള്ളത്തിന്റെ അകത്ത് ഷുഗറോ സാൾട്ടോ ഇടുന്നു, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലാക്കിയിട്ട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ വിനെഗറും വാട്ടറും മിക്സ് ചെയ്തിട്ട് ലിക്വിഡും കൂടി കമ്പൈൻ ചെയ്തിട്ട് ലിക്വിഡിന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഇത് മാത്രമല്ല സൊല്യൂഷൻ, സോളിഡും കൂടെ ക്ലബ് ചെയ്താലും എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. സോളിഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ ഉണ്ട്. അലോയ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ അല്ലെ? അലോയ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഹ സങ്കരങ്ങള്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ മെറ്റൽസിന്റെ കമ്പൈൻ ചെയ്തിട്ട് കുറെ മെറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് അലോയ്സ് ഫോം ചെയ്യും. അതും അത് മെറ്റൽ എന്ന് പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവര് കമ്പൈൻ ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കും. അപ്പം സോളിഡ് സൊല്യൂഷൻ കിട്ടിയില്ലേ? സോളിഡ് സൊല്യൂഷൻ കിട്ടും. ആൻഡ് gaseous സൊല്യൂഷൻ അല്ലെ? ഹോമോജീനിയസ് മിക്സ്ചർ ആയിരുന്നു അല്ലെ? എയർ ഉണ്ട്. gaseous സൊല്യൂഷൻ എക്സാമ്പിൾ എയർ. ആരൊക്കെ ഉണ്ടടാ? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവരൊക്കെ ചേർന്നിട്ടുള്ള gaseous സൊല്യൂഷനും ഉണ്ട്. അപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളം നിർബന്ധമില്ല, വാട്ടർ നിർബന്ധമില്ല. ആൻഡ് വാട്ടറിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്നത് മാത്രമല്ല സൊല്യൂഷൻ.
അല്ലെങ്കിൽ ലിക്വിഡ് ആഡ് ചെയ്യുന്ന മാത്രമല്ല സൊല്യൂഷൻ, ഗ്യാസ് ആഡ് ചെയ്യുന്ന മാത്രമല്ല സൊല്യൂഷൻ, സോളിഡും കൂടി ക്ലബ് ചെയ്താലും എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. ഗ്യാസസ് ക്ലബ് ചെയ്താലും സൊല്യൂഷൻ കിട്ടും. അതാണ് എയർ എന്ന് പറയുന്നത്. ഓക്കെ. And in a solution, there is homogeneity at the particle level. For example, എന്താ homogeneous solution ആണ് അല്ലെ? homogeneity ഉള്ള ആൾക്കാരാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? സൊല്യൂഷൻ ഇസ് എ ഹോമോജീനിയസ് മിക്സർ. മിക്സർ തന്നെയാണ്, പക്ഷെ ഹോമോജീനിയസ് മിക്സ്ചർ അല്ലെ? അപ്പൊ പാർട്ടിക്കിൾ ലെവലിൽ എന്തുണ്ട്? ഹോമോജനിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെമണേഡ് ടെസ്റ്റ് ദ സെയിം ത്രൂ ഔട്ട്. നമ്മൾ എവിടുന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ? Okay, this shows that the particle of sugar or salt are evenly distributed in the solution. നമ്മൾ എന്താ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്താണ്? സെയിം ടേസ്റ്റ് ആണ് ഉള്ളത്. അതാ പറയുന്നത്, അത് ഹോമോജീനിയസ് ആയിട്ട് ത്രൂ ഔട്ട് എന്താണ്? സെയിം ആയിട്ടാ ഉണ്ടാവുക. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു അലോയ്സ് എന്ന് പറയുന്നത് സോളിഡ് സൊല്യൂഷൻ ആണ് അല്ലെ? സോളിഡും ചേർന്നിട്ടുണ്ടാവുന്ന സൊല്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ അലോയ് പറഞ്ഞ അല്ലെ? അപ്പൊ അലോയ് എന്താന്ന് നിങ്ങൾക്ക് അറിയോ? അലോയ് എന്താന്ന് നോക്കാം. അലോയ് എന്താടാ? അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സ്ചേഴ്സ് ഓഫ് 2 or more metals. ഓക്കെ. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്സ്ചേഴ്സ് ഓഫ് 2 or more metals or a metal and a non-metal. ഒന്നില്ലെങ്കിൽ 2 or more മെറ്റൽസിന്റെ ഒരു കോമ്പിനേഷൻ, അല്ലെങ്കിൽ മെറ്റലും നോൺ മെറ്റലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. അതിനാണ് നമ്മൾ അലോയ് എന്ന് പറയുക. ഓക്കെ. അലോയ്സ് ആർ മിക്സ്ചേഴ്സ് ഓഫ് 2 or more metals or a metal and a non-metal. Okay. And cannot be separated into their compounds by അവരെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് വഴി അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ പെറുക്കി മാറ്റിയിട്ട് എന്താ പറയാ, ഹാൻഡ് പിക്കിംഗ് ചെയ്തിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ. അതാണ് and which cannot be separated into their components by physical methods. But still an alloy is considered as a mixture because it shows the properties of its constituents and can have variable composition ഉള്ള അലോയ്സ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ അൽനിക്കോ ഒക്കെ കേട്ടിട്ടുണ്ടോടാ? അൽനിക്കോ അലോയ് ആണ് അല്ലെ? നിക്രോം അല്ലെ? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബ്രാസ് ഇസ് എ മിക്സ്ചർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 30% സിങ്കും ഉണ്ട് ആൻഡ് 70% എന്തുണ്ടാ? കോപ്പറും ഉണ്ട്. സോ ബ്രാസ് ഇസ് എ മിക്സ്ചർ ഓഫ് അപ്രോക്സിമേറ്റ്ലി 30% സിങ്ക് ആൻഡ് 70% കോപ്പർ. ഓക്കെ. സോ അതാണ് അലോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു സൊല്യൂഷനില് സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. നിങ്ങൾക്ക് അറിയോ അത്? ഒരു സൊല്യൂഷന്റെ അകത്ത് സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നു. സൊല്യൂഷൻ ആണ് ഇത്, ഷുഗർ സൊല്യൂഷൻ. ഈ ഷുഗർ സൊല്യൂഷന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നാ പറയുന്നത്? ഒരു സോൾവെന്റും ഉണ്ട്, ഒരു സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. സൊല്യൂട്ടും സോൾവെന്റും ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. സിമ്പിൾ ആണ്. സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന വാട്ടർ. ഓക്കെ. ഓക്കെ. സോൾവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷുഗർ സൊല്യൂഷന്റെ അത് സോൾവെന്റ് ആരാ? വാട്ടറാ. ഓക്കെ. സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ആരാടാ? ഷുഗർ. സോ സൊല്യൂട്ട് ഇസ് ഷുഗർ ആൻഡ് സോൾവെന്റ് ഇസ് വാട്ടർ അല്ലെ? ഈ കേസിൽ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ എന്താ? ഒരു സൊല്യൂഷന്റെ അകത്ത് സോൾവെന്റും ഉണ്ട്, സൊല്യൂട്ടും ഉണ്ട്. കോമ്പണന്റ് ഓഫ് ദ സൊല്യൂഷൻ that dissolves the other component in it. Usually the component present in larger amount is called as solvent. അപ്പം ആരാണ് നമ്മൾ പഞ്ചസാരേനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടുമ്പം പഞ്ചസാര എന്ന് പറയുന്ന സൊല്യൂട്ടാ. ഈ സൊല്യൂട്ടിനെ ഈ വെള്ളം വാട്ടർ എന്ത് ചെയ്യും? അതിനകത്ത് മിക്സ് ആക്കി കളയും അല്ലേ? അപ്പം സോല്യൂബിൾ ആക്കി കളയും. സോല്യൂബിൾ ആക്കുന്ന ആൾക്കാരെ, അതായത് വാട്ടറിന്റെ എമൗണ്ട് ജനറലി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം അല്ലെ? പഞ്ചസാര കുറച്ച് വെള്ളമാണോ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക? അല്ല അല്ലെ? ജനറലി എങ്ങനെയാ നമ്മൾ എടുക്കുക? കുറെ വെള്ളത്തില് കുറച്ച് പഞ്ചസാര ഇടുക ചെയ്യുക അല്ലെ? 1 കിലോ പഞ്ചസാരേന്റെ അകത്ത് 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണോ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുക? അല്ല അല്ലെ? അപ്പം നമ്മള് എടുക്കുന്ന സോൾവെന്റിന്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും. ആ ലയിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന, സോല്യൂബിൾ ആക്കാൻ വേണ്ടി എടുക്കുന്ന, ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള്
എടുക്കുന്ന ഒരു സൊല്യൂഷനിൽ മറ്റേ കോമ്പോണന്റിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സാധനം ജനറലി കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഷുഗർ സൊല്യൂഷനിൽ നമ്മൾ വാട്ടർ ആണ് എന്ത് സോൾവെന്റ് അല്ലെ, ആൻഡ് ഷുഗർ എന്ന് പറയുന്നത് എന്താ സൊല്യൂട്ടാ അല്ലെ. ഓക്കെ, the component of the solution that dissolve the other component in it. Usually the component present in larger amount is called the solvent. A point clear alledha. The component of the solution that dissolved in the solvent usually present in lesser quantity is called a solute. appo panchasara ennu parayunnathu കുറച്ച് മതി ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് എന്താടാ, അതാണ് എന്ത് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? A solution of sugar in water. A solution of sugar in water is a liquid in liquid solution. I mean, solid in liquid solution. This എവിടെയോ നോക്കി വായിക്കുന്നു അല്ലേ? Solid in liquid solution. A solution of sugar in water is a solid in liquid solution. അല്ലേ? Sugar solid ആണ്, water എന്ന് പറയുന്നത് is a liquid. In this solution, sugar is the solute and water is the solvent. അല്ലേ? ഇവിടെ sugar ആണ് സൊല്യൂട്ട്, വാട്ടർ ആണ് സോൾവെന്റ് നമ്മൾ പറഞ്ഞല്ലേ. എ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ ആൽക്കഹോൾ. അയഡിൻ ഇൻ ആൽക്കഹോൾ ആണെങ്കിൽ അതിന് നമ്മൾ പറയാ ടിങ്ചർ ഓഫ് അയഡിൻ എന്നാ പറയാ കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്, ഒരു ഇതാണ് ടിങ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുന്നത്. മെഡിക്കലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം. സോ എ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഇൻ ആൽക്കഹോൾ ഇസ് നോൺ ആസ് ടിങ്ചർ ഓഫ് അയഡിൻ ഹാസ് സോളിഡ് കോമ്പണന്റ് ആരാടാ അയഡിന് ആസ് ദി സൊല്യൂട്ട്. അപ്പൊ അയഡിൻ ആണ് അവിടെ സൊല്യൂട്ട്, ആൽക്കഹോൾ എന്ന് പറയുന്ന ലിക്വിഡ് ആണ് എന്താ സോൾവെന്റ്. അപ്പം എപ്പോഴും നിങ്ങൾ ആലോചിക്കും വെള്ളം മാത്രമാണോ ഈ സോൾവെന്റ് എന്ന്. അല്ല, ആൽക്കഹോളിനെ നമ്മൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അയഡിനും ആൽക്കഹോളും തമ്മിലുള്ള ഒരു സൊല്യൂഷന്റെ അകത്ത് അയഡിൻ എന്ന് പറയുന്ന സോളിഡ് പാർട്ടാണ് അതിന്റെ സൊല്യൂട്ട്, ആൻഡ് സോൾവെന്റ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പം ഷുഗർ സൊല്യൂഷന്റെ അകത്ത് എന്താ പറഞ്ഞ ഷുഗർ സൊല്യൂഷന്റെ അകത്ത് സൊല്യൂട്ട് ഏതാ സോൾവെന്റ് ഏതാന്നാണ്. സൊല്യൂട്ട് ഷുഗർ അല്ലേ, സോൾവെന്റ് ഏതാ വാട്ടർ അല്ലേ. ഇനി ടിങ്ചർ ഓഫ് അയഡിൻ ആണെങ്കിലോ ടിങ്ചർ ഓഫ് അയഡിൻ ആണെങ്കിൽ സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താ അയോഡിൻ ആണ് അല്ലെ. സോൾവെന്റ് ആരാ അയഡിൻ ആണ് സൊല്യൂട്ട്, സോൾവെന്റ് ഈസ് ആൽക്കഹോൾ അല്ലെ. ആൽക്കഹോൾ ആണ് സോൾവെന്റ്. ഓക്കെ, അതാണ് സൊല്യൂഷനും സോൾവെന്റും സൊല്യൂട്ട്. Okay, aerated drinks like soda water etc are gas and liquid solutions. അല്ലെ നമ്മൾ പറഞ്ഞു it contains carbon dioxide gas as solute and water as solvent. അല്ലെ carbon dioxide aerated drinksൽ carbon dioxide എന്ന് പറയുന്ന ഗ്യാസ് ആണ് അതിലെ സൊല്യൂട്ട്, വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. Okay, air is a mixture of a gas and gas. അല്ലെ മിക്സ്ചർ ആണെന്ന് നമ്മൾ പഠിച്ചു. എന്ത് മിക്സ്ചർ ആണെന്ന് പഠിച്ചു? ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പഠിച്ചു അല്ലെ. Air is a Air is a homogeneous mixture of a number of gases. Main constants are oxygen 21%, nitrogen 7%. ഏറ്റവും കൂടുതലുള്ള എയറിലുള്ള ഗ്യാസ് ഏതാടാ? ഏറ്റവും കൂടുതൽ 78% കണ്ടാൽ അറിയില്ലേ നൈട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ 100 എടുക്കുമ്പോൾ അതിനകത്ത് 78 ആൾക്കാർ വരാ നൈട്രജൻ ആണ്. 78% is nitrogen. So main constants of air are ആരൊക്കെയാ? ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, പിന്നെ അതർ ഗ്യാസസ് ആർ പ്രസന്റ് ഇൻ വെരി സ്മോൾ ക്വാണ്ടിറ്റീസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ട് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് 0.03%. കുറവാ. ഇത് നമുക്കിത് കുറവായിരിക്കും, പക്ഷെ ഇത് നൈട്രജനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവാണ്. പക്ഷെ ഈ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് മതി എന്ത് നമുക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ, ഗ്ലോബൽ വാർമിംഗും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് അല്ലെ. അത് കമ്പാരിറ്റീവ്ലി ഓക്സിജൻ നമ്മൾ ഇത്ര വെച്ച് നോക്കുമ്പോൾ അല്ലെ നൈട്രജനെ വെച്ച് നോക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവാന്ന് നമുക്ക് തോന്നുന്നതാ. പക്ഷെ അത് ഉണ്ടായിട്ട് തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് അല്ലെ. നേരത്തെയൊക്കെ 0.02 ഒക്കെ ആയിരുന്നു, ഇപ്പൊ അത് പിന്നെ റൈസ് ആയി അല്ലെ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 years ബാക്ക് അത്രയായിരുന്നു, ഇപ്പത്തെ പെട്ടെന്ന് കൂടി അല്ലെ. ഓക്കെ,
അങ്ങനെയാണ് കേട്ടോ. അപ്പം എയർ എന്ന് പറയുന്നത് ഇസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസ് ആൻഡ് ഗ്യാസ്. എയർ ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് എ നമ്പർ ഓഫ് ഗ്യാസസ് അല്ലേ. മെയിൻ കോൺസ്റ്റന്റ്സ് ആർ ഓക്സിജൻ, നൈട്രജൻ ആൻഡ് അതർ സ്മോൾ ഗ്യാസസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ സ്മോൾ എമൗണ്ട് അല്ലേ. അപ്പം അതാണ് എന്ത് സൊല്യൂട്ടും സോൾവെന്റും. എയറേറ്റഡ് ഡ്രിങ്കില് സൊല്യൂട്ട് എന്ന് പറയുന്നത് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സൊല്യൂട്ട്. വാട്ടർ എന്ന് പറയുന്നതാണ് സോൾവെന്റ്. ഇനി ഒരു സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മളിപ്പോ പഠിച്ചത്? എന്തുണ്ടാവും? സോൾവെന്റ് ഉണ്ടാവും, സൊല്യൂട്ട് ഉണ്ടാവും. ഇനി നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ്. എ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം, സൊല്യൂഷൻ ഇസ് എ homogeneous mixture. The particles of a solution are smaller than 1 nanometer. 1 nanometer എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ ആണ്. 10⁻⁹ meter. So 1 nanometer എന്ന് പഠിച്ചാൽ മതി. The particles of a solution are smaller than 1 nanometer in diameter, so they cannot be seen by naked eyes. 1 nanometer എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയൂടാ? ഭയങ്കര ചെറുതാ അത്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 centimeter നമുക്ക് ഇമാജിൻ ചെയ്യാം അല്ലെ. 1 meter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 centimeter ആണ്, നമുക്കത് ഇമാജിൻ ചെയ്യാം. ഇനി ഈവൻ 1 centimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിലൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. 1 centimeter എന്ന് പറഞ്ഞാൽ അത്രയും ലെങ്ത് ഉണ്ട്. 1 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 centimeterല് 10 parts ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലെ. സ്കെയില് 1 centimeterന് 10 parts ആക്കി മാറ്റിയതാണ്. അതിനകത്ത് ഒരു പാർട്ട് എന്ന് പറയുന്നതാണ് എന്ത്? 1 millimeter അല്ലെ. 1 millimeter എന്ന് പറഞ്ഞാൽ 10⁻⁻³ ഓക്കെ. 1 millimeter എന്ന് പറഞ്ഞാല് കുറവാ. സോ അപ്പം 1 പാർട്ട് എന്ന് പറഞ്ഞാൽ 1 millimeter എന്ന് പറയുന്നത് തന്നെ വളരെ ചെറുതാ അല്ലെ. അപ്പൊ 1 nanometer എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10⁻⁻⁹ ഭയങ്കര ചെറുതാ. അത് 1 millimeter തന്നെ ഭയങ്കര ചെറുതായിട്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. സോ 1 nanometer എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ 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 ചെറുതാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. സോ അതാ പറയുന്നത് പാർട്ടിക്കിൾസ്. അപ്പൊ നമുക്ക് അതാ ഞാൻ പറയുന്നത്, ഈ ഷുഗർ സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഷുഗറിന്റെ പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നുണ്ടോ കണ്ണുകൊണ്ട്? ഇല്ല അല്ലെ. എന്തുകൊണ്ടാ? അത് വളരെ ചെറുതാ. പക്ഷെ അത് എവിടെയും ഡിസപ്പിയർ ആവുന്നുണ്ടോ? വെള്ളത്തിന്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഷുഗർ മാറിപ്പോകുന്നില്ലല്ലോ. അത് എവിടുന്നും ഡിസപ്പിയർ ഒന്നും ആവുന്നില്ല. അവിടെ തന്നെ ഉണ്ട്, വാട്ടറിനകത്ത് തന്നെ ഉണ്ട് ഷുഗർ. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്താ? 10⁻⁹ നാനോമീറ്ററിലാണ് അതിന്റെ ഡയമീറ്റർ പോകുന്നത് അല്ലെ. സോ അത്രയും ചെറുതായിട്ടുള്ള സാധനമാണ്. സോ ദേ കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐസ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ്, they do not scatter a beam of light passing through the solution. So the path of light is not visible in a solution. Path of light എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഇത് സൊല്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ സസ്പെൻഷൻ പഠിക്കും, കുറച്ച് കഴിയുമ്പോൾ കൊളോയിഡ് പഠിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ സ്കാറ്റർ ഓഫ് ബീം ഓഫ് ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെയൊക്കെ നമ്മൾ ഇത് പഠിക്കും. കുറച്ച് കഴിയുമ്പോൾ ടിൻഡാൽ എഫക്ട് ഒക്കെ പഠിക്കും, കുറച്ച് എഫക്ട് ഒക്കെ പഠിക്കും. അപ്പം ഈ സ്കാറ്ററിങ് ഓഫ് സൊല്യൂഷന്റെ അകത്ത് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് സ്കാറ്റർ ചെയ്ത് കാണൂല. ഓക്കെ, നമുക്ക് പാത്ത് ഓഫ് ലൈറ്റ് മനസ്സിലാവില്ല. അതായത് ഇവിടെ നമ്മളൊരു സൊല്യൂഷൻ വെച്ചു. ഓക്കെ, ഒരു സൊല്യൂഷൻ വെച്ചു. ഇവിടുന്ന് ഞാനൊരു ടോർച്ച് അടിക്കുന്നു, ലൈറ്റ് അടിക്കുന്നു. ഓക്കെ, ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസിന്റെ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ലല്ലോടാ പാർട്ടിക്കിള്. അപ്പൊ ഈ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ലൈറ്റിന്റെ പാത്ത് ആ സൊല്യൂഷനിൽ കാണാൻ പറ്റില്ല. അത്രയും ക്ലിയർ ആയിരിക്കും അത്. അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലല്ലോ, കാണാൻ പാകത്തിന് പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല. ലൈറ്റിന്റെ പാത്ത് ക്ലിയർ ആക്കി കാണാൻ വേണ്ടിയിട്ട് അവിടെ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ബീം ഓഫ് ലൈറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. ആ ബീം ഓഫ് ലൈറ്റിന്റെ പാത്ത് എന്തായിരിക്കില്ല? വിസിബിൾ ആയിരിക്കില്ല. അത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താ പറഞ്ഞ? ബിക്കോസ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾ സൈസ് they do not scatter a beam of light. ഒരു ബീം ഓഫ് ലൈറ്റ് ടോർച്ച് അടിച്ചാൽ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാല് through the solution, so the path of light is not visible in a solution. സൊല്യൂഷന്റെ അകത്ത് പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? അപ്പം പാർട്ടിക്കിളിന്റെ സൈസ് ഭയങ്കര ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. പാർട്ടിക്കിൾസിന്റെ സൈസ് ഭയങ്കര ചെറുതായിരിക്കും. 1 നാനോമീറ്റർ ഡയമീറ്റർ ആണ് അല്ലെ. സോ പാർട്ടിക്കിൾ ഭയങ്കര സൈസ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ബീം ഓഫ് ലൈറ്റിനെ അത് സ്കാറ്റർ ചെയ്യില്ല.
and the path of light is not visible in a solution. ഒരു സൊല്യൂഷന്റെ അകത്ത് path of light എന്തല്ലടാ, ക്ലിയർ അല്ല, നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. The solute particles cannot be separated from the mixture by the process of filtration. Okay, sugar solution ഉണ്ടാക്കി. എനിക്ക് പഞ്ചസാരയാണ്, ഞാൻ പഞ്ചസാര വെള്ളം ഉണ്ടാക്കി. അപ്പം പഞ്ചസാര വെള്ളം ഉണ്ടാക്കി, ഷുഗർ സൊല്യൂഷൻ. ഇത് ഷുഗർ സൊല്യൂഷൻ ആണ്. എനിക്ക് ഷുഗറും വാട്ടറും സെപ്പറേറ്റ് കിട്ടണം. ഞാനൊരു ഫിൽറ്റർ ഇട്ടിട്ട് ലൈക്ക് ഒരു അരിപ്പ എടുത്തിട്ട് സീവ് ചെയ്തിട്ട് അത് വെച്ചിട്ട് എനിക്ക് അരിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. ഫിൽട്രേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റില്ല. The solute particle do not settle down when left undisturbed. അത് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഇപ്പം ഇതൊരു ഷുഗർ സൊല്യൂഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ എനിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. cannot be filtered അല്ലെ. ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. എന്ത് ചെയ്യില്ല? ഡു നോട്ട് സെറ്റിൽ ഡൗൺ. അതായത് ഞാൻ പഞ്ചസാര വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം കഴിയുമ്പം ഈ പഞ്ചസാര വെള്ളത്തിന്റെ താഴെ ഇവിടെ മേലെ ടോപ്പില് വാട്ടറും താഴെ എനിക്കിങ്ങനെ പഞ്ചസാരയും കിട്ടുമോ? ഇങ്ങനെ എനിക്ക് കിട്ടുമോടാ? കിട്ടില്ല അല്ലെ. അപ്പൊ എനിക്ക് ടോപ്പില് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് എനിക്ക് എന്തിനെ കിട്ടില്ല? ഷുഗറിനെ കിട്ടില്ല. വാട്ടർ മേലെയായിട്ട് ഇങ്ങനെ പക്ഷെ നേരെ മറിച്ച് സാൻഡ് ആണെങ്കിൽ കിട്ടും അല്ലെ. സാൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യൂടാ? സാൻഡ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് കിടക്കും അല്ലെ. സാൻഡ് പാർട്ടിക്കിൾ ഇവിടെ വന്നിരിക്കും. ഞാൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചു നേരമൊക്കെ ഇതിങ്ങനെ പൊങ്ങി കിടക്കും. ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, ഞാൻ അതിനെ അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല? അത് സാൻഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? താഴേക്ക് വരും, സെറ്റിൽ ഡൗൺ ചെയ്യും. പക്ഷെ ഷുഗർ എന്ത് ചെയ്യില്ലടാ? ഷുഗർ പാർട്ടിക്കിള് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഓക്കെ, അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? cannot be filtered പറഞ്ഞു, do not settle down പറഞ്ഞു അല്ലെ. അത് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മള് സൊല്യൂഷൻ ഭയങ്കര സ്റ്റേബിൾ, അതുകൊണ്ട് അതെന്ത് ചെയ്യില്ല? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് അത് താഴേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല അല്ലെ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തന്നത്. സോ അത് പാർട്ടിക്കിള് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല അല്ലെ. സെറ്റിൽ ഡൗൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ സൊല്യൂഷൻ അല്ലെ. സൊല്യൂഷൻ ഈസ് സ്റ്റേബിൾ. The solute particles do not settle down when left undisturbed. നമ്മൾ ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്യാതെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സൊല്യൂഷൻ എന്താണ്? സ്റ്റേബിൾ ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷനെ പറ്റി എന്തൊക്കെ ഫീച്ചേഴ്സാ പഠിച്ച? പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ എന്തൊക്കെയാ പഠിച്ച? സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്ന് പഠിച്ചു. ആൻഡ് നമ്മൾ എന്ത് പഠിച്ചു? ബീം ഓഫ് ലൈറ്റ്, അതിന്റെ പാർട്ടിക്കിൾ സൈസ് ഭയങ്കര ചെറുതാ. അതിന്റെ ഡയമീറ്റർ 10⁻⁻⁹, അതായത് 1 നാനോമീറ്റർ സൈസാണ് അതിന്റെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു, ഹോമോജീനിയസ് ആണെങ്കിൽ. സോ അത് ബീം ഓഫ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പാത്ത് നമുക്ക് കാണാൻ പറ്റില്ല അല്ലെ. ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് പോകുന്ന പാത്ത് നമുക്ക് ഒരു സൊല്യൂഷനിൽ വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, ആൻഡ് നമ്മൾ എന്താ പഠിച്ചത്? സൊല്യൂഷനെ പറ്റിയിട്ട് എന്താ പഠിച്ചത്? സൊല്യൂട്ട് പാർട്ടിക്കിളിനെ നമുക്ക് ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പൊ സാൻഡും വെള്ളവും ആണെങ്കിലും, സാൻഡ് ഇൻ വാട്ടർ ആണെങ്കിൽ ഞാൻ ഒരു ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാൻഡ് ഇൻ വാട്ടറിന്റെ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സാൻഡ് മൊത്തം അരിപ്പയിൽ കിടക്കും അല്ലെ. വെള്ളം എനിക്ക് താഴെ കിട്ടുകയും ചെയ്യും. സോ എനിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഹോമോജീനിയസ് മിക്സ്ഡ് ആയിട്ടുള്ള ഷുഗർ സൊല്യൂഷൻ പോലത്തെ സാധനങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിൽട്ടർ പേപ്പർ വഴി ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഓൾസോ ഞാനത് കുറെ നേരം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്ത് കിട്ടില്ല. ബിക്കോസ് അതെന്താണ്? സ്റ്റേബിൾ ആണ് അല്ലെ. അവർ സ്റ്റേബിൾ ആണ്. സോ ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ വെൻ ലെഫ്റ്റ് അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് എ
സൊല്യൂഷൻ. എന്താ നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. പണ്ടൊക്കെ ഞാൻ ഭയങ്കര കോമഡിയാണ്, ഞാനിത് സൊല്യൂഷന്റെ, അതായത് പരിഹാരം എന്നൊക്കെ പറയില്ലേ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്ന പരിഹാരം. അപ്പം എന്താ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നുള്ള കോൺസെൻട്രേഷൻ, നമ്മുടെ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടിയിട്ടുള്ള സൊല്യൂഷൻ എന്നൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു. ചളി പറഞ്ഞതാണ്. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര തിക്കാണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് എത്രത്തോളം എന്താ, എത്രത്തോളം തിക്നെസ് ആണ് അല്ലെ, അത് എത്രത്തോളം കട്ടിയുള്ള, എന്താ പറയാ, ഗാഢതയുള്ളതാണെന്ന് അല്ലെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് in a solution, it can be called a dilute, concentrated or a saturated solution. ഒരു സൊല്യൂഷൻ്റെ അകത്ത് ഉള്ള സൊല്യൂട്ടിന്റെ അളവ് വെച്ചിട്ട് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആണോ, ഡൈല്യൂട്ട് ആണോ, സാച്ചുറേറ്റഡ് ആണോ എന്ന് നോക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ടേം ആണ്. ഓക്കെ, ഡൈല്യൂട്ട്, ഇത് ഡൈല്യൂട്ട് ആണെങ്കിൽ ഇത് കോൺസെൻട്രേറ്റഡ്, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ശരിക്കും ഞാന് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാണ്. വെള്ളം എടുത്തിട്ടുണ്ട്, വാട്ടർ ഉണ്ട്. ഞാൻ 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു, 4 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. ഇതിനനുസരിച്ച് എന്ത് കൂടുക മക്കളെ? എന്താ അതിന്റെ കൂടുന്നത്? 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്തപ്പം ഒരു കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലെ, കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു സാധനം കിട്ടി അല്ലെ. പക്ഷെ ഞാൻ പിന്നെയും എമൗണ്ട് കൂട്ടി, 1 ടീസ്പൂൺ മാറ്റി 2 ടീസ്പൂൺ ആക്കി, 3 ടീസ്പൂൺ ആക്കി, 4 ടീസ്പൂൺ ആക്കി. എന്ത് മാറിക്കൊണ്ടിരിക്കുക? സ്വീറ്റ്നെസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേടാ. സ്വീറ്റ്നെസ്, അതിന്റെ മധുരം കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. സ്വീറ്റ്നെസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂടുകയല്ലേടാ. കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്? കൂടുകയാണ് അല്ലെ. കൂടുതൽ ഷുഗർ ആഡ് ചെയ്യുമ്പം അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരിക അല്ലെ. അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരിക. അപ്പം ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ, അപ്പൊ ചായയിലാണെങ്കിലും ചിലപ്പം കുറച്ച് മധുരമായിരിക്കും ഉണ്ടാവുക, ചിലപ്പം കുറേ മധുരം ഇടുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. ചില ആൾക്കാർക്ക് കുറേ മധുരം വേണ്ടി വരും. സോ മധുരത്തിന്റെ ഡിഫറൻസിൽ എന്താണ്? കോൺസെൻട്രേഷനും ഡൈല്യൂഷനും. അപ്പം കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത് എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷന്റെ അകത്ത് ഉള്ള സൊല്യൂട്ടാണ് അല്ലെ ഷുഗർ. സൊല്യൂട്ടാണ് ഷുഗർ. അപ്പം ഷുഗർ ഇടുന്നതിനനുസരിച്ചാണ്, എത്ര സൊല്യൂട്ട് ഇടുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കോൺസെൻട്രേറ്റഡും ഡൈല്യൂട്ടഡും പറയുന്നത് അല്ലെ.